ജി സുധാകരൻ ജനകീയനായ ഒരു ഭരണാധികാരിയായിരുന്നു. റോഡ് വികസനം കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് പുതിയ മുഖച്ഛായ നൽകിയ മന്ത്രിയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ ഗ്രാമപ്രദേശങ്ങളിൽ പോലും എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആലപ്പുഴ ബൈപ്പാസ് പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന ആലപ്പുഴ ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. പാലങ്ങളുടെ നിർമ്മാണം റെക്കോർഡ് വേഗത്തിൽ നൂറുകണക്കിന് പാലങ്ങളാണ് അദ്ദേഹത്തിന്റെ കാലയളവിൽ പൂർത്തിയായത്. ഇത് ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുവാൻ ഏറെ സഹായിച്ചു. അഴിമതിക്കെതിരെ ഉള്ള പോരാട്ടം പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതികൾ അവസാനിപ്പിക്കുവാൻ അദ്ദേഹം കർശനമായ നടപടികൾ സ്വീകരിച്ചു. ഗുണനിലവാരമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉറപ്പാക്കി. അമ്പലപ്പുഴയിലെ വികസനം സ്വന്തം മണ്ഡലമായ അമ്പലപ്പുഴയിൽ സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയ്ക്കായി ഹൈടെക് കെട്ടിടങ്ങൾ നിർമ്മിച്ചു. തീരദേശ മേഖലയിൽ വികസനത്തിന് അദ്ദേഹം മുൻഗണന നൽകി. സാംസ്കാരിക പ്രവർത്തനങ്ങൾ സഹകരണ സാംസ്കാരിക മന്ത്രിയായിരുന്ന സമയത്ത് സാധാരണക്കാർക്ക്, കർഷകർക്കും ഉപകാരപ്പെടുന്ന ഒട്ടനവധി പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി. ജി സുധാകരനെ പോലെ ഉള്ള പരിചയസമ്പന്നരായ നേതാക്കളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടതല്ല. അഴിമതിയും കൊടികാര്യസ്ഥതയും കൊടികുത്തി വാഴുമ്പോൾ എങ്ങനെ ഇത്തരത്തിലുള്ള ജി സുധാകരന്മാരെ കൂടെ നിർത്തും എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ തെറ്റുണ്ടോ?